ഭാഷയെപ്പറ്റി ചില കാര്യങ്ങൾ പറയുവാൻ ദൈവം നന്നായി നല്ല അവസരത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1973 ഞാൻ തിരുവല്ലായി സെൻട്രലിൽ നിന്ന് സുവിശേഷയിലേക്ക് ഇറങ്ങി എറണാകുളത്തേക്കായിരുന്നു എനിക്ക് ട്രാൻസ്ഫറായി ഞാൻ വന്നത്. ഞാൻ 73 സുവിശേഷയിലേക്ക് അവിടെ വരുമ്പോൾ 77 തമ്പി പാസ്റ്റർ മദ്രാസിൽ നിന്നും എറണാകുളം സെൻട്രലിൽ വന്നു. അന്ന് മുതൽ പാസ്റ്ററെ പരിചയമുണ്ട്. എന്നാൽ അന്ന് ഞങ്ങൾ താമസിപ്പിച്ച തേവരെ ഒരു വാടക വീട്ടിലായിരുന്നു സെൻട്രൽ ഫെയ്ത്തും. അവിടെ കുറച്ച് നാളെ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പുതിയാവുന്ന സ്ഥലത്ത് ഉപദേശിയായിരുന്നു. അവിടെയും പാസ്റ്ററോടുകൂടെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എനിക്ക് മുമ്പായി പലരും നല്ല സാക്ഷ്യങ്ങൾ പറഞ്ഞുവല്ലോ. അന്നു മുതലും സൗമ്യതയും താഴ്മയുമുള്ളതായ ഒരു ഉപദേശിയായിട്ടാണ് അവിടെയും ജീവിച്ചത്. എന്നാൽ ഒരു പിതാവിൻ്റെതായ അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടാതെ അതിനു മുൻപായി സെൻട്രൽ ഫെയ്ത്തോം വാടക വീടാകുന്നു ആയെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ അവിടെ ഒരു നല്ല വീടില്ലായിരുന്നു. അപ്പോൾ തേവരിയിൽ നിന്നും ഞങ്ങൾ സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ചേർന്ന് ഷിപ്പ്യാർഡിലെ ഈ ചള്ള നിറഞ്ഞ കുറെ അഴുക്ക് സാധനങ്ങൾ, ശരിക്കും മണ്ണൊന്നുമല്ല, അതെല്ലാം എഞ്ചിനീയർ സാറെ ലോറിയിലെ വയറ്റിലെ ജനതയിലേക്ക് അടിച്ചു തരും. ആ ചെടി ഭയങ്കര നാറ്റമുള്ളതാണ്. ഇദ്ദേഹത്തിന് കൈ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം വിരലുകളില്ലായെങ്കിലും ഞങ്ങൾക്ക് സൗകര്യമാരുടെ കയ്യിൽ ആ ചെടി മൺചട്ടിയിലെടുത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തരും. ഞങ്ങളെല്ലാവരും രാത്രി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നേരം വെളുക്കുന്നിടം വരെയും ഈ ചള്ള ചുമ്മി അവിടെ വയറ്റിലെ ഇപ്പോഴുള്ള ഫെയ്ത്തും ജനത ആ സ്ഥലത്ത് പ്രവർത്തിക്കുമായിരുന്നു. അതിൽ പാസ്റ്റർ വളരെ എരിവോടെ പ്രവർത്തിക്കുമായിരുന്നു. കൂടാതെ പിന്നീട് ഏഴരായ ശേഷം വീട്ടൂർ എന്ന സ്ഥലത്തും ഞങ്ങൾ ഒരുമിച്ച് അവിടെയും ശുശ്രൂഷ ചെയ്തു. അവിടെ അദ്ദേഹമായിരിക്കുമ്പോൾ എന്നെ മദറായിട്ട് കിഴക്കൊമ്പല എന്ന സ്ഥലത്ത് വാടക വീട്ടിലേക്ക് അയച്ചു. അവിടെ ഞങ്ങൾക്ക് സ്ഥലം നമ്മുടെ പോളച്ചാനിരിക്കുമ്പോൾ വാങ്ങിച്ചു. ഞാൻ 1977 തിരുവല്ല സെൻട്രലിൽ നിന്നും സുവിശേഷയിലേക്ക് സഹോദരന്മാരും 2 സഹോദരന്മാരിലുള്ള ഉണ്ടായിരുന്ന അതിൽ ഒരു വ്യക്തിയാണ് ഈ തമ്പി പാസ്റ്റർ. 10 സ്തോത്രം. ഞങ്ങൾ 77 ഡിസംബർ 10 ശുശ്രൂഷ ഞങ്ങൾ എടുക്കുമ്പോൾ പാസ്റ്റർ സാക്ഷി പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, തമ്പി നിനക്ക് കൈയില്ലാതെ നീ സുവിശേഷയിലേക്ക് വന്നാൽ സഹോദരിമാർ എന്ത് ചെയ്യും? സഹോദരിമാർ നിന്നെ കളിയാക്കും, നിനക്ക് നീ എന്ത് പറയും, എന്ത് തോന്നും? അപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഒന്നും പറയുകയില്ല, എനിക്കൊന്നും തോന്നുകയില്ല എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയാനിടയാക്കി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിങ്ങിനായി മദ്രാസിലേക്ക് കടന്നുപോയി. 71 വർഷം അവിടെ ട്രെയിനിങ് കഴിഞ്ഞു. 78 ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഞാനും 3 സിസ്റ്റേഴ്സും തമ്പി പാസ്റ്റർ ഞങ്ങൾ 4 പേരെ എറണാകുളം സെൻട്രലിലേക്ക് ട്രാൻസ്ഫറായിട്ട് നിയമിച്ചു. ഞങ്ങൾ ട്രാൻസ്ഫറായിട്ട് മദ്രാസിൽ നിന്ന് എറണാകുളത്ത് വന്നിരുന്നതായ കല്ലായ മേരിക്കുട്ടി, ഞാൻ തമ്പി പാസ്റ്റർ 3 പേരും കത്താറ് പ്രത്യേകിച്ച് അവരൊക്കെ നിത്യരാജ്യത്തിലേക്ക് അവർ ചേർന്ന് ഞാൻ മാത്രം ശ്രമിക്കുന്നു. താനങ്ങളുടെ സ്തോത്രത്തിൽ ഞങ്ങൾ എറണാകുളം സെൻട്രലിൽ വന്നതിന് ശേഷം പുതിയകാവ്, വടക്കൻപറവൂര്, കൊമ്പനാട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ കത്താൻ്റെ വേല ശുശ്രൂഷ ഒന്നിച്ചിരുന്ന് ചെയ്യാനായിട്ടുണ്ട്. വീട്ടുകാർ സഭയിൽ 2-3 പ്രാവശ്യം കത്താൻ്റെ വേല ചെയ്തു. കത്താനങ്ങളുടെ സ്തോത്രം ചെയ്യുന്ന കൊമ്പനാടിരിക്കുന്ന സമയത്ത് അദ്ദേഹം 5-6 വർഷമായതുള്ള ചെറിയ
ഉപദേശിയായിരുന്ന ഞങ്ങളുടെ സഭയിൽ വലിയൊരു പ്രശ്നവും ഉണ്ടായി. സഹോദരന്മാർ തമ്മിൽ നിന്ന് ദൈവത്തിന്റെ പരിജ്ഞാനവും വിവേകവുമായിട്ടുള്ള ഇടപെടലുകൾ ചിന്തിപ്പിച്ചതായ വിഷയമാണ്. സഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നോർത്ത് ഞങ്ങൾ വളരെ ഭാരപ്പെട്ട് സഹോദരങ്ങളെ വിളിച്ചിട്ട് പകൽ മുഴുവനും രാത്രി ഏതോ 9 മണി 8:30 കൊണ്ടായി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് അവർ സന്തോഷമായി ഇരുവരും സ്നേഹതീരുമാനം കൊടുത്ത് അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ട പാലത്തിലേക്ക് മടങ്ങിപ്പോയ സഭയിൽ വലിയ അനുഗ്രഹവും ഉണർവും ഒക്കെ അതിനുശേഷം ഉണ്ടായി. കർത്താവിന്റെ സ്തോത്രം. അവനെ വിശ്വാസ വീട്ടിലാണെങ്കിലും വളരെ സമാധാനമായ അന്തരീക്ഷത്തിൽ താൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാലും അത് തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ മൗനമായിരുന്ന് അത് കാര്യങ്ങൾ അത് വളരെ പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി ആർക്കും പ്രശ്നവും ഭാരമില്ലാത്ത രീതിയിൽ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ചെയ്തു തീർക്കുന്ന ഒരു പ്രത്യേക സംഭവം. ഈ പ്രത്യേക സന്ദർഭത്തിൽ കേസിൽ കടന്നിടാനും കർത്താവ് എറണാകുളത്ത് കടന്നിടാൻ തക്കണ കർത്താവ് സഹായിച്ചു ലഭിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അധ്യാപകനെ വളരെ വർഷങ്ങൾ എറണാകുളത്തായിരുന്നതുകൊണ്ട് എറണാകുളത്തെ വിശ്വാസത്തോട് പ്രത്യേക സ്നേഹമായിരുന്നു. എന്നോടും എൻ്റെ കുടുംബത്തോട് വളരെ സ്നേഹമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും കണ്ടുകൂട്ടുമ്പോൾ ഓടി അടുത്തി എന്ന് സംസാരിക്കും. ചില വർഷങ്ങളായിട്ട് എനിക്ക് ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അടുത്തിയെന്ന് ചോദിക്കും. അടുത്തൊരു സ്നേഹമായ തമ്മിച്ച എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അത് അപ്പോൾ ഒരു ആത്മീയ സൗന്ദര്യമുള്ള ഒരു പുഞ്ചിരി മാത്രം. പിന്നെ ഞാൻ ചോദിക്കുന്നത് ചേങ്ങനുണ്ട് അങ്ങനെ അപ്പോഴെന്തെങ്കിലും അല്പസ്വസ്ഥം അല്പം ബുദ്ധിമുട്ടെടുത്തെങ്കിൽ സാരമില്ല, കർത്താവ് നടത്തുന്നു, ശുശ്രൂഷിക്കുന്ന ഒരു പങ്കുമില്ല, കർത്താവ് നടത്തുന്നു എന്ന് മാത്രം പറയും. പിന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ, ഞങ്ങളുടെ ബർത്ത്ഡേ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ചോദിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എപ്പോഴും വളരെ സ്നേഹമാണ്. ഞങ്ങൾ എറണാകുളത്തെ മറ്റുള്ള വിശ്വാസത്തിലെ കണ്ടാലും ഞങ്ങളുടെ പേരുടെ ചോദിക്കും പരിശുദ്ധരും കുടുംബ സൗഖ്യമായിരിക്കുന്നു. അങ്ങനെ എത്രമാത്രം ഒരു സ്നേഹമുള്ള ദേവദാസനായിരുന്നു. എൻ്റെ പല ദൈവങ്ങളും പറഞ്ഞ പോലെ എപ്പോഴും തന്നെ മുഖത്തിൽ പുഞ്ചിരി മാത്രം. ഒരിക്കലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ വർഷങ്ങളെ പരിചയമുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു ദേഷ്യമുള്ള സ്വഭാവം അവർ മുഖമേ കണ്ടിട്ടില്ല. വളരെ സൗമ്യതയുള്ള, സന്തോഷമുള്ള, അതായത് ഞാൻ പറഞ്ഞതുപോലെ ആത്മീയ സൗന്ദര്യമുള്ള ഒരു പുഞ്ചിരി മാത്രം. അങ്ങനെയുള്ള ദൈവദാസനെ അടുത്തൊരു വർഷങ്ങൾ പരിചയപ്പെടാനും അടുത്തമായിരിക്കാനും ഒക്കെ കർത്താവ് സഹായിച്ചതിനാല് നന്ദി. இந்த நல்ல சந்தர்ப்பத்துக்காக தேவனை கோடாபடி ஸ்தோத்திரம் செய்கிறேன். இந்த சென்ற பாஸ்டியும் என்னுடைய பாலக்காடு சபைக்கு கர்த்தர் சில மாதங்கள் தந்த கிருபைக்காக நன்றியோட தேவனை ஸ்தோத்திரிக்கிறேன், ஸ்துதிக்கிறேன். என்னுடைய பாலக்காடு சபை முன்பு கோயம்புத்தூர் சென்டராக இருந்த பொழுது ஒவ்வொரு சமயமும் அந்த சென்ட்ரல் பாஸ்டர் பேங்கில் ஒவ்வொரு தடவை அங்கே சர்வீஸ்க்கு வரும்பொழுது நாங்கள் அதிக உற்சாகம் உள்ளவர்களாக காணப்படுவோம். இந்த பாஸ்டர் சபை பாலக்காடு சபை திருச்சூர் சென்டராக சேர்க்கப்பட்ட பிறகு முதல் முறையாக இவர் வந்த பொழுது நான் அதிக யோசனைகளாக காணப்பட்டேன். புதிய சென்டர், புதிய பாஸ்டர் எப்படி நம்மிடம் இருப்பார்கள் என ஒரு யோசனை இருந்தது. கர்த்தருடைய கிருபைக்காக அவரை ஸ்தோத்திரிக்கிறேன், ஸ்துதிக்கிறேன். பாஸ்டர் திருச்சூர் சென்டராக சார்ஜ் எடுத்த பிறகு அங்கே சில நாட்கள் கழித்து அங்கே வந்து ஒரு சண்டே சர்வீஸ் எடுத்தார். வந்த முதல் சர்வீஸில் அவர் பிரசங்கிக்கும் பொழுது கர்த்தருடைய அக்னி சரீரத்தை தொடுவதை அதிகமாக உணர்ந்தேன். மிகுந்த வல்லமையால் அவருடைய பிரசங்கங்கள் மிகுந்த ஆசீர்வாதமாக வல்லமை உள்ளதாக காணப்பட்டது. பிரசங்கம் முடிந்த பிறகு ஒவ்வொரு விசுவாசியோடும் அவர் பேசினார். மிகுந்த அன்பாக, சாந்தமாக, ஒவ்வொருவரிடம் மிகுந்த கரிசனை உள்ளவராக, அக்கறை உள்ளவராக அவர் பேசினார். ஆரம்பத்தில் வந்த பாலக்காட்டுக்கு வந்த பொழுதில் காண்பித்த அதே அன்பு, அதே பாசம் இந்த கடைசி நாட்களில் அதே மாதிரியான ஒரு பாசத்தை இந்த கடைசி நாட்களில் காண முடிந்தது. இப்படிப்பட்ட அப்பச்சனை தேவன் தந்த கிருபைக்காக ஸ்தோத்திரிக்கிறேன். அது மாத்திரமில்லை, நான் இங்கே மாச யோகத்திற்கு கூடுமானவரை ஒவ்வொரு மாச யோகத்திலும் மிஸ் பண்ணாமல் இங்கே பங்கு பெறுவேன். இங்கே கூட்டம் முடிந்த பிறகு பாஸ்டர் இந்த பிரசங்கம் முடிந்த பிறகு சில காரியங்களை எங்களுக்கு சொல்வார். அந்த கூட்டங்களெல்லாம் மிகுந்த ஆசீர்வாதம் உள்ளதாக, அனலுள்ளதாக காணப்படும், மிகுந்த பிரயோஜனம் உள்ளதாக காணப்படும். சில சமயங்களில் அவர் பிரசங்கிக்கும் பொழுது சில வார்த்தைகள் எல்லாம் கேட்கும் பொழுது மிகுந்த யதார்த்தம் உள்ளதாக, ஓப்பன் ஹார்ட்டாக அவர் பேசுவார். கர்த்தருக்குள் நித்திரையடைந்த தீயோ அப்பச்சன் பிரசங்கிப்பது போல சில காரியங்களை மிகுந்த ஓப்பன் ஹார்ட்டாக அவர் பேசினார். இது எங்களுக்கு மிகுந்த ஒரு எச்சரிப்புள்ளதாக, தேவனோடு நெருங்கி சேர எங்களுக்கு மிகுந்த உதவியாக இருக்கும். മാസ യോഗത്തിൽ കൂട്ടം முடிந்த பிறகு ஒவ்வொரு மாசமும் സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ കാരണം അനേക ചിതന്മാർ കർത്താവിന്റെ രാജ്യത്തിൽ എത്തിക്കഴിഞ്ഞു. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അച്ചായനൊക്കെ അവിടുന്ന് ചുരുക്കി പറയാമെന്ന് എൻ്റെ ഇളയ മോനാണെങ്കിൽ ഇപ്പോൾ ജോലിയായിരിക്കുന്നത് ഈ അച്ചായൻ മുഖാന്തരമാണ്. എനിക്ക് ആവശ്യമായ പൈസയിലായിരുന്നു.
ആ സമയത്ത് അവന് പഠിക്കുവാനുള്ള പൈസ ഇല്ല. അച്ഛൻ നടക്കുന്നത് താനോട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. മാത്രമല്ല വീട് പണി വീട് പണി ഓടുന്ന സമയത്താണ് അച്ഛൻ എനിക്ക് ഒരു എടുക്കാൻ കട്ടിലെന്നു താനോട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. പിന്നെ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എത്രയോ നന്മകളാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റിയില്ല. താനോട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. തിരുവനന്തപുരത്തേക്ക് മാറിപ്പോയ സമയത്ത് ആ സെൻട്രൽ ഭാഷയായിട്ടാണ് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എങ്കിലും ഒരു ദിവസം ജയമോൻ പറഞ്ഞു നമുക്കിനി ആരും ഞാനും ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ അറിയപ്പെടുന്ന അനേക വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 1993 ഞാൻ ഈ വിശ്വാസത്തിൽ കടന്നു വന്നത്. അതും വിദേശത്ത് വെച്ചായിരുന്നു. ഞാൻ 3-4 വർഷം അവിടെ ജോലി ചെയ്യാനിടയായി. അതിനുശേഷം ചില പ്രയാസങ്ങൾ നിമിത്തം നാട്ടിലേക്ക് കടന്നു വരാനിടയായി. അങ്ങനെ അന്യകോളത്തിന് അന്യപ്പെട്ടു പോകാമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ എല്ലാവരും വീട്ടിൽ ഫ്രീത്തോമിൽ വന്നു വരുന്നത്. അപ്പോൾ ശ്രീ അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. എന്നെ ആത്മീയമായ എല്ലാ രീതിയിലും ബലപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും എല്ലാം ഇടയാക്കിയിരുന്നു. തുടർന്നും ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായി. വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹസമൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഒരു മുറി ഒരു അടുക്കളയിൽ മാത്രമുള്ള ഒരു സ്ഥലത്ത് വന്ന് ഞങ്ങളെ ആക്കി. അവിടെ പ്രാർത്ഥിച്ച് ആക്കി. തുടർന്ന് അപ്പച്ചൻ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു വീടിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു, സ്ഥലത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. ഞാൻ പറയാൻ കാരണം എൻ്റെ സ്വന്തം പിതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്തത് അധികമായിട്ട് വളരെയധികമായിട്ട് ഒരു അപ്പച്ചൻ ഞങ്ങൾ കുഞ്ഞാട് കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടെന്നൊരു വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ എണീക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് അപ്പച്ചൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അന്ന് ഒരു സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചില്ല. എങ്കിലും യോഗ്യമായ സ്ഥലത്ത് കർത്താവ് അപ്പച്ചൻ്റെ എല്ലാം പ്രാർത്ഥന മുഖാന്തരമായിട്ടൊരു സ്ഥലം കിട്ടുവാനും ഒരു വീടോടുകൂടി ചെറിയ സ്ഥലം കിട്ടുവാനിടയായി. അന്ന് അപ്പച്ചൻ എറണാകുളത്തിരിക്കുകയായിരുന്നു. ഞാൻ ഈ വിവരം അപ്പച്ചനോട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ എറണാകുളത്ത് രാവിലെ തന്നെ വീട്ടിൽ ചെയ്തുകൊണ്ട് വന്ന് വീട്ടിൽ ചെയ്തുള്ള അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് അവരെയും പ്രാർത്ഥിച്ചടുപ്പി തീ കൂട്ടി തന്ന് ഞങ്ങളെ അവിടെ താമസിപ്പിക്കാനിടയായി. എന്ത് കാര്യത്തിനും ഇടപെട്ടുവാൻ ഞങ്ങളുടെ ചെറിയ കാര്യത്തിനായാലും വലിയ കാര്യത്തിനായാലും പ്രിയ അപ്പച്ചൻ ഞങ്ങൾക്കൊരു ഏറ്റവും അടുത്ത പിതാവായിരുന്നു. അത് ഏറ്റവും സന്തോഷത്തോട് പറയുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. തുടർന്നും ഒരു വലിയ തുകയ്ക്കുള്ള സ്വത്ത് എൻ്റെ പക്കൽ വന്നില്ല, കുടുംബസ്വത്ത് വന്നു തരികാനിടയായി. അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഞാനൊരു സബ്ജനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, മോനെ നിനക്കിപ്പോൾ എനിക്ക് ഉള്ളതെല്ലാം അപ്പച്ചന് കൃത്യമായിട്ട് അറിയാം. ഇന്നത് നിനക്കുണ്ടെന്നുള്ളത് എനിക്കുണ്ടെന്നുള്ള ഒരു അറിയാം. നിനക്ക് ഇന്നതെല്ലാം ഉണ്ടല്ലോ, ഇത്രയല്ലേ നിനക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ വലിയ തുകയുടെ ഞാൻ വിട്ടു കളഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ആ കാര്യങ്ങളെല്ലാം പറയാനിടയിൽ അപ്പച്ചൻ അസുഖമായിട്ടോട് കടന്ന സമയത്ത് കടന്നു വരികയും അപ്പച്ചനെ കണ്ട് പ്രാർത്ഥിക്കാനിടയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ അപ്പച്ചൻ വളരെ സന്തോഷവാനായിട്ടാണ് കടന്നു പോകാനിടയായത്. കാരണം അങ്ങനെ ആ സാഹചര്യം എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷവാനായിരിക്കാൻ എൻ്റെ അപ്പച്ചനിടയായി തീർന്നു. ഇനി ഒത്ത ദൈവത്തെ ബോധ്യപ്പെടുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നത് തന്നെ ലോകം, സഹോദര, ജാതി, തറവാടെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി മരണം സ്നേഹിക്കുന്നവരായ ഒരു കൂട്ടര് ഈ ഭൂമിയിലുണ്ടെന്ന് എന്റെ ഹൃദയത്തിൽ ബോധ്യമാവുകയും അതെന്റെ ജീവിതത്തെ അനുഭവമായി. വിവിധ കണികൾ മാസം തോറും വിളയിക്കും ജീവമരമ